നിർണായക മത്സരത്തിൽ സിംബാബ്വെയെ 70 റൺസിന് പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ഇതാ സെമി ഫൈനലിൽ സാധ്യതകൾ വളരെ സജീവമാക്കിയിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ ഏറ്റ പരാജയത്തിനെല്ലാം സിംബാബ്വെക്കെതിരെ ഒരു അതിശക്തമായ പ്രകടനത്തോടെ തന്നെയാണ് ഇന്ത്യ മറികടന്നിരിക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തോടു കൂടി തന്നെ ഇന്ത്യയുടെ വിജയം ആഘോഷിക്കാൻ നമുക്കിപ്പം മലയാളികളെയും കിട്ടിയിട്ടുണ്ട്. എവിടെ നിന്ന് വരുന്നത്? വർക്കല, തിരുവനന്തപുരം. ഈ മാച്ച് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്? അതെ അതെ. അപ്പം ഇന്ത്യൻ ടീമിന്റെ കടുത്ത ആരാധകനാണ്. അപ്പോൾ അതെ അതെ, ഞാനിവിടെ തന്നെ ചെന്നൈ തന്നെ എയർപോർട്ടിലാണ് വർക്ക്. മാച്ച് കാണാൻ വേണ്ടി സൗദിയിൽ നിന്ന് വന്നു. ചില്ലറ ക്രിക്കറ്റ് ആരാധകരൊന്നുമല്ല, മാച്ച് കാണാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ നിന്നിരിക്കുകയാണ്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് അക്ബർ. എങ്ങനെയായിരുന്നു മാച്ച്? എങ്ങനെ? സൂപ്പർ. അപ്പോൾ സൗദിയിൽ നിന്ന് വന്ന വെറുതെ ഇല്ല, ടിക്കറ്റ് അടുത്ത മാച്ചിന് പോകുന്നുണ്ടോ ഇനി? ഇല്ല, കൊൽക്കത്ത മാച്ചിന് നാളെ തിരിച്ചു. സഞ്ജുവിന്റെ പെർഫോമൻസ് എങ്ങനെ? സഞ്ജു തിരിച്ചു വരവ് നടത്തിയിരിക്കുന്നു. സഞ്ജു തിരിച്ചു വന്ന കളിയിലാണ്, സഞ്ജു കളിച്ച കളിയിൽ മാത്രമേ നമ്മൾ 200+ സ്കോർ ചെയ്തിട്ടുള്ളൂ. അതെ അതെ, തീർച്ചയായിട്ടും സഞ്ജുവാണ് ഇപ്പോൾ ഈ വേൾഡ് കപ്പിലെ ഓപ്പൺ പാർട്ട്ണർഷിപ്പ് 2 കളിയിലും അവൻ്റെയാണ് പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് കിട്ടി സഞ്ജു, കാരണം നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയോണ്ടാണ്. കഴിഞ്ഞ മത്സരത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. ഇന്ത്യയുടെ ബെസ്റ്റ് 2 പാർട്ണർഷിപ്പ് വന്നത്, ഒന്ന് നബീബിയക്കെതിരെയും ഒന്ന് ഇവിടെയും. അത് രണ്ടിലും സഞ്ജു ഉണ്ടായിരുന്നു. ഇന്ത്യ 200 ക്രോസ് ചെയ്ത് 2 മാച്ചിലും സഞ്ജു ഉണ്ടായിരുന്നു. അല്ല, സഞ്ജു നല്ലൊരു സ്റ്റാർട്ട് കൊടുത്തു. ഈ വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ എല്ലാ ഓപ്പണിങ്ങും വളരെ മോശമായിരുന്നു. അപ്പോൾ സഞ്ജുവിൻ്റെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ബാക്കിയുള്ളവർ അത് ഏറ്റുപിടിച്ചു. പ്രധാനമായിട്ട് ഫസ്റ്റത്തെ 2 ഓവറിൽ സഞ്ജുവിനായിരുന്നു സ്ട്രൈക്ക് എടുത്തത്. അപ്പോൾ അഭിഷേകിന് ഭയങ്കര റിലീഫായിരുന്നു. അത് മാത്രമല്ല പിന്നീട് വന്ന ഇഷാനായാലും സൂര്യക്കായാലും ഒക്കെ കൂളായിട്ട് കളിക്കാൻ പറ്റി. അതെ അതെ, സഞ്ജു ഒരു വഴി ഉണ്ടാക്കി കൊടുത്തു. സ്റ്റാർട്ടാണ് നന്നായത്. മാത്രമല്ല ടോസിന്റെ സമയത്ത് സഞ്ജു ഇന്നെന്ന് സൂര്യ പറഞ്ഞപ്പോൾ ഒരു ആവേശം ഉണ്ടായിരുന്നു. സിംബാബ്വൻ ക്യാപ്റ്റൻ വരെ ഞെട്ടിപ്പോയി. സെയിം പ്ലേയിങ് 11 ആണ്. ഇനി അടുത്താലും വിന്നിംഗ് കോമ്പിനേഷൻ ഒഴിവാക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ സഞ്ജു അടുത്ത 2 കളിയും കളിക്കുന്നതാണ് പ്രതീക്ഷ. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് തൊട്ട് മുമ്പ് വരെ നമുക്ക് ഈ റൺ റേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ആശ്രയിക്കണമായിരുന്നു. പക്ഷേ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ സൗത്ത് ആഫ്രിക്ക തോൽപ്പിച്ചോടുകൂടി ഇന്ത്യക്ക് ഇനി വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചാൽ മതി, വേറെ ബുദ്ധിമുട്ടൊന്നും. മഴയെങ്ങാണ് വന്ന് മുടങ്ങിയാലേ ചാൻസ് വളരെ കുറവാണ്. എന്നാലും ഇപ്പോൾ കഴിഞ്ഞ തവണ 77 റൺസിന് പരാജയപ്പെട്ടതിൽ ഇതിൽ ഏറെക്കുറെയൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് 0.1 ലെവലിലേക്ക് 0.1 സെമിയിൽ വരും. അങ്ങനെ നോക്കിയില്ല, അല്ലെങ്കിൽ ലാസ്റ്റ് ദുബൈ കൊണ്ട് എറിയിക്കത്തില്ലായിരുന്നു. ബുംറ നല്ല അടി വാങ്ങി 14 റൺസ്. അല്ല, അതൊരു കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി അവർ ചെയ്തത്. പക്ഷേ ഉള്ള കോൺഫിഡൻസ് കുറച്ച് കുറഞ്ഞു. ഈസി ആയിട്ട് നോക്കാം. ഇന്ത്യയുടെ ഒരു കിരീട പ്രതീക്ഷ എങ്ങനെയാ ഇനി കാണുന്നത്? ഇതുവരെ സൂപ്പർ 8 പുറത്താവുമെന്നുള്ള ആശങ്കയിലായിരുന്നു. കിരീട പ്രതീക്ഷ തള്ളിക്കളയാൻ കഴിയില്ല. നമ്മള് ഈ ലോകകപ്പിലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും ഹയസ്റ്റ് ടോട്ടലാണ് ഇപ്പൊ സ്വന്തമാക്കിയത്. ഒരു 10 റണ്ണും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാലത്ത് 261 അങ്ങനെ എന്തോ ആയിരുന്നു ഏറ്റവും ഹയസ്റ്റ് സ്കോർ. എല്ലാവരും കളിച്ചു. സഞ്ജു കൊടുത്ത പോസിറ്റീവ്, നമ്മുടെ ചെക്കൻ ഇറങ്ങി, ടീം സെറ്റായി. ഒരു 6 റൺസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ 260 എത്തി, ഹയസ്റ്റ് സ്കോർ എത്തിയാണ്. പക്ഷെ സഞ്ജു കുറച്ചുകൂടി അത് നല്ല സ്റ്റാർട്ട് കൊടുത്തു. പക്ഷെ ഒരു 50 കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി അങ്ങ് തമ്മായനെ, ഒന്നും കൂടി നോക്കി കളിക്കണമായിരുന്നു. ആ ഷോട്ട് ക്രിക്കറ്റർ ആയതുകൊണ്ടുള്ളൊരു ഇതാണ്. കുറച്ചുകൂടെ നിന്നിരുന്നെങ്കിൽ ആ ഷോട്ട് കുറച്ചുകൂടി അങ്ങ് നോക്കി കളിക്കണമെന്ന് തോന്നി. അത് എപ്പോഴും തോന്നാറുണ്ട്. ഇന്ത്യ കപ്പ് നമുക്കുതാ. സഞ്ജു ചേട്ടാ എപ്പടി ഇருக்கு? சூப்பரா சஞ்சு சேட்டா கலக்கிட்டாரு. பத்திரமா பாத்துக்கோ IPL. கண்டிப்பா நாங்க பாத்துக்கிறோம். മാച്ച് അതിഗംഭീരമായിരുന്നു. ഞാൻ ആക്ച്വലി ബാംഗ്ലൂരിൽ നിന്നാണ് ഈ കളി കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. എൻ്റെ ബ്രദറാണ്, ഇവിടെ ചെന്നൈയിലെ ബ്രദറാണ്. സോ നമ്മൾ മാച്ച് കാണാൻ വേണ്ടി വന്നതാണ്. കുറേ റൺ റേറ്റിൽ നമ്മൾ ജയിക്കണമായിരുന്നു. ഇന്ന് കുറേ റൺ റേറ്റ് കവറപ്പായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അടിപൊളി മാച്ച്. സഞ്ജു നല്ല സ്റ്റാർട്ട് തന്നു. ഒരു 20-24 റൺ എടുത്തെന്ന് തോന്നുന്നു. നമ്മളത് കൺവേർട്ട് ചെയ്യണമെന്ന് എക്സ്പെക്ടേഷനിലാണ് വന്ന്. പക്ഷേ സാരമില്ല, 2-3 നല്ല ക്യാച്ച് പിടിച്ചു. ഒരു ക്യാച്ച് നല്ല പിടിച്ചു, പക്ഷെ നല്ല കീപ്പിംഗ് ആയിരുന്നു. കുറേ നാളിന് ശേഷം തിരിച്ചു വന്നു. അതെ, ബൂസ്റ്റാണ്. അതെ. കുറച്ച് സഞ്ജുവിൻ്റെ തിരിച്ചുവരവും വളരെ ഹാപ്പിയായ ഒരു ഇതാണ്. 24 റൺ 2020 ഒരു ഡീസൻസ് ഇതാണ്. പിന്നെ അഭിഷേകാണെങ്കിലും ഒരു കുറേ കാലത്തിന് ശേഷം ക്ലിക്കായി. അതും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ടൈറ്റായിട്ടുള്ള മാച്ചുകളിൽ അവരുടെ തിരിച്ചുവരവ് എന്തായാലും ഇന്ത്യ ഹെൽപ്പ് ചെയ്യും കുറച്ചുകൂടെ. അതെ. കഴിഞ്ഞ കളിയിലും നല്ല അടി ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. ഇന്ന് ദുബൈക്ക് നല്ല വലിയ പ്രശ്നമാണ്. അതെ. ഇന്ന് ദുബൈക്ക് നല്ല 46 റൺ എങ്ങാണ്ട് കൊടുത്തിട്ടുണ്ട് 2 ഓവറിൽ. അപ്പോൾ അതും ഒരു പ്രോബ്ലമാണ്. അതും കവറപ്പ് ചെയ്യുമെന്ന് വിചാരിക്കാം. சூப்பராக இருந்தது. நான் போகிறதுக்கு முன்னாடி நான் நிறைய மீடியாவில் சொன்னேன். பட் இன்னைக்கு டஃப்பாக இருக்கும் மேட்ச். பட் இருந்தாலும் நம்ம ஜெயிக்கிறோன்ட்டு. அதே மாதிரி வெஸ்ட் இண்டீஸ் கூட சவுத் ஆஃப்ரிக்கா மேலே தோத்துட்டாங்க. இப்போ நம்ம நாளன்னைக்கு நான் இப்போ சென்னையிலேருந்து கொல்கத்தா போகிறேன். டீம் இந்தியா சப்போர்ட் பண்ணோம். அங்கேயும் ஜெயிச்சு மும்பை போய் மறுபடி அகமதாபாத்தில் போய் இந்தியாவிலே நம்ம கப் எடுக்கிறது அது ஒரு பெரிய விஷயம். ஸோ ஆன் பிஹாஃப் ஆஃப் ஆல் த ஃபேன்ஸ் அக்ராஸ் த குளோப்
கடவுளுக்கு ஃபர்ஸ்ட்டு நன்றி சொல்லணும். ஏன்னா நல்ல பிளெஸிங்ஸ் கொடுத்து நல்லா அவங்களும் ஜிம்பாப்வே சும்மா சொல்லக்கூடாது, நல்லா ஃபைட் கொடுத்தாங்க. இட் வாஸ் ஒரு எப்படி சொல்கிறதுனா ஒன் சைட் மேட்ச் இல்லாமல் ஒரு நல்ல என்டர்டெயின்மெண்ட் கொடுத்தாங்க. ஈவன் ஜிம்பாப்வே ஃபேன்ஸ் தே கேம், தே வர் டூயிங் ரியலி என்ஜாயிங் லாட். நான் இப்போ லாஸ்ட்டில் போய் அவங்கள எல்லாருக்கும் ஒரு அப்ரிஷியேட் பண்ணி நல்லா என்டர்டெயின் பண்ணிங்கன்னு சொல்லிட்டு அவங்களுக்கு ஒரு வார்த்தைகள் சொல்லிட்டு வந்தேன். பட் ஐம் ரியலி ஃபீலிங் வெரி ஹாப்பி அண்ட் ஆல்வேஸ் இந்தியானா வேர்ல்டுலேயே ஃபேன்ஸு இப்போ கூட இந்த அதுலேயும் நம்ம எம்ஏ சிதம்பரம் ஸ்டேடியம் இட் இஸ் எ ஹிஸ்டாரிக்கல் ஸ்டேடியம். நான் சொன்ன மாதிரி நாட் ஒன்லி நவ் சின்ஸ் ஃப்ரம் மெனி இயர்ஸ் many legends they played under this ground, but love you because I am from Bangalore. Chinnaswamy Stadium, Chidambaram Stadium ஒரு மாதிரி twin stadium இந்த மாதிரி, but we love Chidambaram Stadium. The audience, even though நான் ஆர்சிபி ஃபேன்ஸாக இருந்தாலும் எல்லாருக்கும் தெரியும் ஆர்சிபி ஃபேன்ஸ் எவ்வளோ அன்பாக வந்து தண்ணி எத்தனை வந்து கொடு. ஏன்னா இந்த காஸ்டியூம் கொஞ்சம் ஹெவி இருக்கிறதுனாலேருந்து ஸ்நாக்ஸு வாட்டர் கொடுத்து எல்லாமே ஜாலியாக இருந்தோம். எண்ட் ஆஃப் தி டே வி ஆர் இண்டியன்ஸ், ஸோ வி ஆர் என்ஜாயிங். இப்போலாம் ஃபர்ஸ்ட் மாதிரி எல்லாம் நீ அந்த டீம் இந்த டீம் என்றால் வி என்ஜாய் லைக் ஏ பிரதர்ஸ் அண்ட் சிஸ்டர்ஸ். Today Shivam Dube didn't deal well because it happens in the game. Plus minus here, but definitely he will come back for the next match and same team will be playing for the West Indies no matter. So we are going to lift the trophy. All the best Team India. Come on India, Bharat Mata ki jai. Sanju Samson Cheta nalla எனக்கு கொஞ்சம் மலையாளம் அறியும், பட் he really played very well because of his initial opening. It was score went till 200 plus. ചേട്ടാ നിങ്ങളെ ആട്ടം സൂപ്പറായി ഉണ്ട്, അടിപൊളി. തീർച്ചയായിട്ടും എന്തായാലും വലിയ ആവേശത്തോടെ തന്നെയാണ് ആരാധകരെല്ലാം ഈ ഒരു മത്സരത്തെ ഈ ഒരു വിജയത്തെ കാണുന്നത്. വെസ്റ്റ് ഇൻഡീസിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ സെമിയിലേക്ക് മുന്നേറുമെന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. ഒപ്പം തന്നെ സഞ്ജു സാംസൺ ഇറങ്ങി സഞ്ജുവിൻ്റെ ഒരു മികച്ച സ്റ്റാർട്ട് ഇന്ത്യയുടെ പോസിറ്റീവ് ഘടകങ്ങളിൽ വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ആരാധകരെല്ലാവരും വലിയ പ്രതീക്ഷയോടെ തന്നെ പങ്കുവയ്ക്കുന്നത്.